വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. വേറെ ഒരു നല്ല ഒരു വാർത്ത വരുന്നുണ്ട് സമാധാനത്തിൻ്റെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 34 ബന്ദികളെ വിട്ടുകൊടുത്തിട്ട് ഒരു സീസ് ഫെയർ ഗാസയിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള സംസാരം, അതിൻ്റെ കൂടെ തന്നെ പ്രസിഡന്റ് സ്വാപ്പ് ഡീലും പറയുന്നുണ്ട്. ഹമാസാണിത് റോയിറ്റേഴ്സിനോട് പറഞ്ഞതായിട്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ഇതിനെക്കുറിച്ച് പറഞ്ഞ ഇതുവരെ ഒരു ലിസ്റ്റും ഹമാസിൻ്റെ അടുത്ത് നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ സീസ് ഫെയർ ടോക്സ് നടക്കുന്നുണ്ട് കേട്ടോ. ദോഹ ബേസ് ചെയ്തിട്ടൊരു ഇൻഡയറക്റ്റ് ഇതാണ്. ഈ നെതന്യാഹുവിൻ്റെ എയ്ഡ് അമേരിക്കയിലേക്ക് ക്ലോസ് എയ്ഡ് ബൈഡനെയും ട്രംപിനെയും കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു എന്തായാലും സീസ് ഫെയർ ടോക്സ് അവിടെ നടക്കുന്നുണ്ട്. ഹമാസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന പെർമനൻറ്റ് സീസ് ഫെയറും അതേപോലെ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഒരു ഗാസയിൽ നിന്ന് പൂർണ്ണമായിട്ടും അവർ വിത്ഡ്രോ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതും ഈ ഒരു സമയത്ത് 88 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു ദിവസം ഗാസയിൽ ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ. 100ഓളം സ്ട്രൈക്സുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ലെബനോണിലെ അറ്റാക്കുകളും നടക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊക്കെ വയലേഷൻസ് 9ഓളം വന്നിട്ടുണ്ട്, 9ഓളം വയലേഷൻസ് വന്നിട്ടുണ്ട്. ഹിസ്ബുള്ള അറിയുന്നുണ്ട്. ഗോൾഡിൻ്റെ കാര്യം, ഗോൾഡ് ഇങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച കുതിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സീസ് ഫെയർ സമാധാനത്തിലേക്ക് വരികയാണെങ്കിൽ സ്വർണ്ണവില അല്പം നേരിയ രീതിയിൽ കുതിക്കാതെ ഉയരാതെ വലിയ രീതിയിൽ കുതിച്ചു വരാതെ നിന്നേക്കും. അല്ലാതെ വലിയ രീതിയിൽ ഇടിച്ചിലിനുള്ള സാധ്യതകളിലൂടെ വേൾഡിലെ എക്കണോമിക് കാര്യങ്ങളൊന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സീസ് ഫെയർ വന്നാൽ കുറച്ചൊന്നും കുറഞ്ഞേക്കും എന്നല്ലാതെ വലിയ രീതിയിൽ ഇടിച്ചിലൊന്നും പിന്നെ സീസ് ഫെയർ നമ്മൾ തന്നെ എത്ര ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ സീസ് ഫെയർ ആയിട്ടില്ല. സീസ് ഫെയർ ആകട്ടെ. പക്ഷേ ഇന്നലെ 2 ദിവസം മുമ്പ് ഒരു ഇസ്രായേലി ഒരു ചെറിയൊരു കുട്ടീൻ്റെ വീഡിയോസൊക്കെ ജീവനോടെ നിൽക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വലിയ രീതിയിൽ ഇമോഷണലായിട്ടുള്ള ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധവും ഭയങ്കരമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുർസ്ക് റീജിയൻസിലേക്കൊക്കെ വലിയ രീതിയിൽ അറ്റാക്കുകൾ വന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ട്രംപിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ സ്വർണ്ണവിലയുടെയും യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ. $2645 സ്വർണ്ണവില ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 2639 നിന്ന് വീണ്ടും കുതിച്ചു. +5 പിൻബലത്തിൽ സ്വർണം തുടങ്ങിയപ്പോൾ ജസ്റ്റ് ആ സ്ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഉയർച്ച വന്നു. പിന്നെ ആ ഒരു സ്റ്റഡി ലെവലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് താഴേക്ക് പോയി പിന്നീട് വീണ്ടും സ്വർണ്ണവില ഉയരുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ ട്രെൻഡ് ഗ്രീനിഷ് ലെവലാണുള്ളത്. അപ്പോൾ എന്തായാലും ഈ ആഴ്ചയിൽ സ്വർണ്ണവില വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാവാൻ സാധ്യതയുണ്ട്. ഈ സീസ് ഫെയറിൻ്റെ കാര്യം ഒരു ഭാഗം. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഫാം പേറോൾ ഡാറ്റ വന്നു കഴിഞ്ഞാൽ സ്ട്രോങ് ഡാറ്റ വരികയാണെങ്കിൽ സ്വർണ്ണവില തകരുകയും വീക്ക് ഡാറ്റ വരികയാണെങ്കിൽ സ്വർണ്ണവില കുതിച്ചു വരികയും ചെയ്യും. ബിക്കോസ് സ്ട്രോങ് ഡാറ്റ വരികയാണെങ്കിൽ ഈൽഡ് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് ഈൽഡ് മേലോട്ട് പോവും. അതുവഴി സ്വർണ്ണവില ഇടിയും. അല്ലാത്ത പക്ഷം ഈൽഡ് അല്ലെങ്കിൽ ഡോളറൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് പോകുന്ന പക്ഷം സ്വർണ്ണവില മേലോട്ട് കുതിച്ചു വരും. അപ്പോൾ സ്ട്രോങ് ഡാറ്റ ജോബ് ഡാറ്റ വരികയാണെങ്കിലാണ് സ്വർണ്ണവിലക്ക് ക്ഷീണം വരിക. എന്തായാലും സ്വർണ്ണവില കുതിച്ചു വരാൻ തന്നെയാണ് സാധ്യത എന്നുള്ള ഒരു നിഗമനത്തിലാണുള്ളത്. FOMC മിനിറ്റ്സും മറ്റുള്ള ഡേറ്റാസുകളൊക്കെ വരുന്നതോടുകൂടി എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 57,720 ഒരു പവൻ സ്വർണ്ണത്തിനുള്ളത്. ഇന്നൊരു 80 രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ചെറിയൊരു മാറ്റം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയോ അല്ലെങ്കിൽ സ്വർണ്ണവില മാറ്റം ഇല്ലാതിരിക്കുകയോ ചെയ്തേക്കാവുന്ന അവസ്ഥയായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ വിലപ്പം എന്തായാലും 80 രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ്. ഓക്കെ.